ഭരതനാട്യത്തിലെ ബേസിക് അടവുകളിലൊന്നായ വീശലടവാണ്. വീശലടവിന് പുത്തടവ് എന്ന് കൂടെ പറയും കേട്ടോ, അങ്ങനെ കൂടെ അതിന് പേരുണ്ട്. ഓക്കെ, വീശലടവ് 1 രൂപകതാളത്തിലാണ്, എന്നാൽ 2, 3, 4 വരുന്നത് ആദ്യ താളത്തിലുമാണ്. അപ്പോൾ വീശലടവ് 1 എന്തുകൊണ്ടാണ് രൂപകതാളത്തിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത് പഠിക്കുന്നവർക്കറിയാം, ദിത്തൈ ദിത്തൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം വരുന്നത് കൊണ്ടാണ് വീശലടവ് 1 രൂപകതാളത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് എങ്ങനെയാണ് വീശലടവ് 1 എങ്ങനെയാണ് രൂപകതാളത്തിൽ അപ്ലൈ ചെയ്യാന്ന് നോക്കാം. പിന്നെ അതിന്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് മാത്രമാണ് ദിത്തൈ ദിത്തൈ പറയാം, അല്ലെ? ചൊല്ല് വരുന്ന സമയത്ത് തത്തൈ താഹ ദിത്തൈ താഹ, തത്തൈ താഹ ദിത്തൈ താഹ, തത്തൈ താഹ ദിത്തൈ താഹ, അങ്ങനെ തന്നെയാണ് ചൊല്ല് വരുന്നത്. പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ദിത്തൈ ദിത്തൈ പറയുന്നത് കേട്ടോ.